നമസ്കാരം എൻ്റെ എല്ലാ കുട്ടികൾക്കും. വളരെ സന്തോഷമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾക്ക് പഠിപ്പിച്ചു തരാം. ഒരു വർഷത്തെ ടോപ്പിക്ക് നമുക്ക് ഒരു 2 മാസത്തിൽ ചില്ലുവാനം മാസത്തിൽ നമുക്ക് തീർക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. നമ്മളിപ്പം 6 യൂണിറ്റ് കഴിഞ്ഞ് ഞാൻ ലൈവിൽ വരുമെന്ന് പറഞ്ഞാൽ 6 യൂണിറ്റ് കഴിഞ്ഞു, 7 യൂണിറ്റ് കഴിഞ്ഞു, നമ്മൾ 7 യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നിങ്ങൾ അതിനോടൊപ്പം എത്തണം. എപ്പോഴും പലരും ഒരുപാട് പേരും വിളിക്കുമ്പോഴും സാറേ 3ാമത്തെ യൂണിറ്റായി 4ാമത്തെ യൂണിറ്റായി ഇല്ല, നിങ്ങൾ പതുക്കെ അത് നന്നായിട്ട് കഷ്ടപ്പെടേണ്ട സമയമാണ്. നല്ലപോലെ എത്തുക. 16 വോളിയം കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് 17ാമത്തെ വോളിയമായി. അന്നേരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ തന്നെ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അന്നേരം വളരെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യാനുള്ള കാരണം. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടാണ്. കാരണം നിങ്ങളുടെ ആവശ്യം എനിക്ക് ശരിക്കും അറിയാം. കാരണം +1 മാർക്ക് കൊണ്ടേ നമുക്ക് എത്ര പറഞ്ഞാലും +2 ഇനിയും ഭയങ്കരമായിട്ടിരുന്ന് പഠിച്ചാലും ഫുൾ മാർക്ക് മേടിച്ചാലും +1 മാർക്ക് കുറവാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുന്ന മാർക്ക് വെച്ച് നമുക്ക് ടാലി ചെയ്യുമ്പോൾ വളരെ കുറയും. അന്നേരം +1 മാക്സിമം മാർക്ക് മേടിക്കാനാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ഫിസിക്സിന് മാക്സിമം മാർക്ക് നല്ല ടഫാണ്. +1 +2 അതിനെ നമ്മൾ ഈസി ആയിട്ട് പഠിപ്പിക്കുന്നു. നിങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ കമൻറ്റുകളും ഓക്കെ വാന്നുള്ള കമൻറ്റുകളും ഒക്കെ എന്നെയും ഇതുപോലെ പവർഫുൾ ആക്കുകയാണ്. സ്വാഭാവികമായിട്ട് സിമ്പിളും പവർഫുൾ ആക്കുന്നത് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ഇതാണ്. എനിക്ക് അതൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടെ എന്താണെങ്കിലും അതിനൊരു ഒരു മോട്ടിവേറ്റ് എന്നെ ചെയ്യിപ്പിക്കുന്നത്. അന്നേരം നമ്മൾ 8ാമത്തെ യൂണിറ്റിലേക്ക് ഇന്ന് കയറുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ പെട്ടെന്ന് തന്നെ ഞാൻ ചാപ്റ്ററിലും കയറുകയാണ്. കാരണം ലോസ് ഓഫ് മോഷൻ നല്ല വൃത്തിയായിട്ട് പഠിച്ച് എൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് തീരും. അന്നേരം 1-2 കാര്യങ്ങൾ പറയാനുള്ളതിൽ ഒന്ന് എപ്പോഴും എടുത്തു പറയുകയാണ്, എൻ്റെ 2ാമത്തെ ലൈവ്. ആദ്യത്തെ ലൈവ് നിങ്ങളോടൊപ്പം തന്നെ ആയിരുന്നു. ആദ്യത്തെ ലൈവ് ഞാൻ യൂട്യൂബിൽ കയറി ആദ്യത്തെ ലൈവ് നിങ്ങളോടൊപ്പമായിരുന്നു. 2ാമത്തെ ലൈവ് നിങ്ങളോടൊപ്പം തന്നെയാണ്. ഒക്ടോബർ 3-ാം തീയതി മറക്കരുത്. ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച, ഒക്ടോബർ 3-ാം തീയതി ശനിയാഴ്ച 5 മണിക്കാണ് നമ്മുടെ ലൈവ് വരുന്നത്. അന്നേരം അന്ന് എല്ലാവരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നമുക്കന്ന് കുറേ സംസാരിക്കാം. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളും പഠിത്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കന്ന് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്നൊരു സ്പേസാണ്. നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും പറ്റുന്നതാണ്. അന്നേരം നമുക്ക് എല്ലാവർക്കും ലൈവിൽ വരാം. അന്ന് നമുക്ക് സംസാരിക്കാം. അന്നേരം അത് ഒരു കാര്യം. കാരണം ഒക്ടോബർ 3-ന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഞാൻ അന്ന് പറയും, ലൈവിൻ്റെ അന്ന് പറയും. എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ ഒരു ട്വിസ്റ്റായിട്ട് അവിടെ കിടക്കട്ടെ. അന്നേരം ഒക്ടോബർ 3 അല്ല, ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെയാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു പ്രത്യേകത. അതെൻ്റെ വലിയൊരു ഞാൻ കാണുന്ന എന്നെ കാണുന്ന അധ്യാപകനെ കണ്ടത് അങ്ങനെ ഒരു രീതിയിലാണ്. ആ ഒരു ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും ഉറപ്പായിട്ടും. അന്നേരം അതൊക്കെ അവിടെ ഇരിക്കുന്ന. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എല്ലാ ക്ലാസ്സും എല്ലാ വോളിയങ്ങളും വളരെ പതുക്കെയാണെങ്കിലും നന്നായിട്ട് കണ്ട് ഒരുപാട് സമയം കളയാനില്ല. ഒക്ടോബറിലേക്ക് പരീക്ഷ, 3rd വീക്കിലേക്ക് പരീക്ഷ എന്ന് വിചാരിക്കുക. നന്നായിട്ട് പഠിച്ചു പോവുക. IPL എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഫുട്ബോളും ക്രിക്കറ്റും ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ചും ക്രിക്കറ്റ് ഫുട്ബോളും അതുപോലെ തന്നെ കാണുന്ന ഒരാളാണ്. IPL ഒക്കെ കാണുന്നതാണ്, കുത്തിയിരുന്ന് കാണുന്നതാണ്. അന്നേരം പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ IPL കണ്ടോളുക. ഭയങ്കര തരമുള്ള IPL കാണുന്നതിന് എനിക്ക് ഞാൻ ഒരിക്കലും ഇതായിട്ട് കുറ്റം പറയത്തില്ല. IPL പക്ഷേ നമുക്ക് പഠിത്തം പ്രയോറിറ്റി ആയിട്ട് വെക്കണം. നിങ്ങൾ അതോടൊപ്പം പഠിക്കുകയോടെ വേണം. 100% പഠിക്കുകയും വേണം. ഞാൻ IPL കാണണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ IPL കാണും ഓട്ടോമാറ്റിക്കായിട്ട്. സ്വാഭാവികമായിട്ട് അല്ലേ? സത്യമല്ലേ? നമ്മൾ വനിത വായിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വനിത വായിക്കും. ആമ്പിള്ളേർ അല്ലേ? അങ്ങനല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പുരുഷൻ എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടെങ്കിൽ അത് സ്ത്രീകൾ വായിക്കണ്ട എന്ന് പറഞ്ഞാൽ. IPL കാണണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണും. രക്ഷാകർത്താക്കൾ അറിഞ്ഞിരിക്കുക. IPL കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള സമയം വളരെ ഹാർഡ് വർക്ക് ചെയ്യണം. അതാണ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടി കരുതി വെക്കരുത്. അത് പണിയാവും. അതാണ് നമുക്ക് കിട്ടുന്ന 8ന്റെ പണി എന്ന് പറയുന്നത്. അന്നേരം ആ പണിയൊന്നും വരത്തില്ല. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. നന്നായിട്ട് കയറി പോവുക. ഇപ്പം ഞാൻ +1ന്റെ റെഗുലർ ക്ലാസ് ഇടുന്നുണ്ട്. അന്നേരം അതിനകത്ത് നിങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് വെർഷനാണ് ഈ +1ന്റെ റെഗുലർ ക്ലാസ്. നിങ്ങൾ നോക്കിയാൽ 6 വോളിയൊക്കെ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം. വളരെ കാര്യമായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ക്ലാസ്സോടെ കേട്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് പഠിക്കാം. നിങ്ങളോട് ഉദ്ദേശിച്ചാണ് ആ ക്ലാസ്. +1കാരൊക്കെ പതുക്കെ കയറി വരും. നിങ്ങളോട് ഉദ്ദേശിച്ചാണ് ആ ക്ലാസ് കിട്ടിയത്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ പോർഷൻസും കിട്ടും. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഒക്ടോബർ 3-ാം തീയതി ലൈവിൻ്റെ കാര്യം ഓർത്തിരിക്കുക. നന്നായിട്ട് പഠിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. +2ന്റെ അഡ്മിഷൻ്റെ കാര്യം നിങ്ങൾ സെപ്റ്റംബർ 30-ാം തീയതി വരെ ഞാൻ
നീട്ടിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നന്നായിട്ട് 10ാമത്തെ ബാച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞു, 10ാമത്തെ ബാച്ച് നന്നായിട്ട് റൺ ചെയ്ത് പോകുന്നു. നന്നായിട്ട് ഞാൻ കുട്ടികളെ കൊണ്ടുവന്നു. നന്നായിട്ട് ഒരു പഠിക്കുന്ന അടിപൊളി മാർഗ്ഗമായിരിക്കും എന്നുള്ള സംശയം വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. എന്നെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തിരിക്കും. അത് ആരായാലും എന്നെ വിളിക്കുന്നവർക്ക് അഡ്മിഷൻ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അഡ്മിഷൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. അത് ഫിസിക്സിനെ നിങ്ങൾക്ക് ഗിരീഷ് സാറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം, ഒരിക്കലും നിർബന്ധിക്കത്തില്ല ഞാൻ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. +2 നല്ല മാർക്ക് മേടിക്കാം. +1 നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും കഷ്ടപ്പെടുന്നവർക്ക് എന്നുള്ള സംശയം വേണ്ട. ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു ഇതുണ്ട്, സാർ ആദ്യമായിട്ടാണ് ഓസിലേഷനും ബേസും ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. ടീച്ചർമാരുടെ കുഴപ്പം ഒരിക്കലും ഞാൻ പറയത്തില്ല, നമ്മുടെ കുറ്റമാണ്. പക്ഷെ ഇനി നമ്മളിങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നന്നായിട്ട് പഠിക്കാനുള്ള സ്പേസ് നിങ്ങൾക്കായി. അല്ല, ഇനി അധികം നിരൂപിക്കുന്നില്ല. നമുക്ക് അടിപൊളി ചാപ്റ്ററാണ്, സൂപ്പർ ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. നല്ല ഇൻട്രസ്റ്റിംഗ്, വെരി 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 ഇൻട്രസ്റ്റിംഗ്. ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ പഠിപ്പിക്കുന്ന 8ാമത്തെ യൂണിറ്റ് ആണ് ലോസ് ഓഫ് മോഷൻ. നമുക്ക് ലോസ് ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഡീറ്റെയിൽസ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ഒരു ക്ലാസ്സിലും പഠിക്കുന്നില്ല ലോസ് ഓഫ് മോഷൻ. ഈ ചാപ്റ്റർ തന്നെ ലോസ് ഓഫ് മോഷൻ ആണ്. ലാസ്റ്റ് ഭാഗം വരുമ്പോഴുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് വരുന്നത്. നമുക്ക് ലോസ് ഓഫ് മോഷൻ തുടങ്ങാം. ഓക്കെ ഓക്കെ, ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ ആരാണ് ഈ ലോസ് ഓഫ് മോഷന്റെ വിജ്ഞാതാവ്, വലിയ കക്ഷി? നമ്മളെ ഏത് സയന്റിസ്റ്റിനെ ചോദിച്ചാലും, ഏത് സയന്റിസ്റ്റിനെ പേര് ചോദിച്ചാലും ഒരു സയന്റിസ്റ്റ് ഏത് വെച്ച് പിള്ളേർക്ക് അറിയാം, ഐസക് ന്യൂട്ടൺ. നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോൾ ഈ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴണ്ടായിരുന്നു, ഇതൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്ന്, അതുകൊണ്ടല്ലേ ഇതെല്ലാം പഠിക്കേണ്ട വന്നത് അല്ലേ? നമുക്കൊക്കെ തോന്നി ഒരു ആഗ്രഹങ്ങളാണ് അതൊക്കെ. പക്ഷെ ഒരുപാട് ജീനിയസാണ്. അക്കാലത്തേക്ക് ഭയങ്കര ജീനിയസ് ആയിട്ടൊരു വ്യക്തിയായി ന്യൂട്ടൺ. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പം ഈ ന്യൂട്ടൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഹോമോജിനിറ്റി പ്രിൻസിപ്പിളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ LHS = RHS എന്നൊക്കെ പറഞ്ഞ് എല്ലാം എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്, 100%. പിന്നെ ന്യൂട്ടൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒന്ന് കറക്റ്റ് ചെയ്തത്, ഏതാണെന്ന് നിങ്ങൾ പെട്ടെന്ന് പറയണം. ഇതൊക്കെ ഒന്ന് റിവിഷനാണ്. റിവിഷനകത്ത് ലാപ്ലേസ് കറക്ഷൻ, ന്യൂട്ടൻ്റെ ഇക്വേഷൻ ആണ് അത് കറക്റ്റ് ചെയ്തത്, ലാപ്ലേസ് കറക്ഷൻ ആയിട്ട് മാറ്റിയത്. പിന്നെ അതൊക്കെ പോട്ടെ. അതായത് നമുക്ക് ന്യൂട്ടൻ്റെ 3 ലോസ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഈ 3 ലോസ് ചോദിക്കുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പറയുന്നൊരു ലോ നിങ്ങളിപ്പോൾ പറയും, തേർഡ് ലോ, ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സാർ ഓക്കെ. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ പഠിക്കും. ഞങ്ങൾ പറയത്തില്ല സർ, ഞങ്ങൾ പറയത്തില്ല. അന്നേരം പരീക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ ഈ ലോസ് ഓഫ് മോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ചാപ്റ്ററിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴൊരു 6-7 കൊല്ലമായിട്ടാണ് ഏതെങ്കിലും ഒരു ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ഏതെങ്കിലും ഒരു ലോ ചോദിക്കും. തേർഡ് ലോ നമുക്ക് അറിയാമെന്ന് ഇതെല്ലാം നമുക്ക് അറിയാമെന്ന് വെച്ചോണ്ടിരിക്കും. ഞങ്ങളോടാണോ ഫസ്റ്റ് ലോ ചോദിക്കുന്നത്, അവളെ നമുക്കറിയാം. പക്ഷേ എഴുതാൻ പേരിടും, അയ്യോ ഫസ്റ്റ് ലോ ഞങ്ങൾക്ക് അറിയത്തില്ല. വലിയ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പഠിക്കും. ബാക്കിയുള്ളതല്ല, ഡിഡക്ഷനോ, സെക്കൻഡ് ലോ ഫ്രോം ഫസ്റ്റ് ലോ, ഇതെല്ലാം പഠിക്കും. ഫസ്റ്റ് ലോ അറിയത്തില്ലയോ, സെക്കൻഡ് ലോ അറിയത്തില്ല. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് 3 ലോ അങ്ങ് പഠിക്കാം. ആദ്യമേ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ പറയുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ പറയുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ, ലോ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യക്ക് നമ്മൾ എന്തുവാണൊക്കെ പറയാം. അന്നേരം ഫസ്റ്റ് ലോ ഓഫ് ഇനേർഷ്യ. ന്യൂട്ടന്റെ ഫസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം നമുക്ക് ഇപ്പം പഠിക്കാം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവല്ലേ, അങ്ങ് ഇഷ്ടം പോലെ കിടക്കണം. അന്നേരം എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ? എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഞാൻ പറയുന്നത് ഇപ്പം തന്നെ ഇരുന്ന് പഠിച്ചോളാം, പഠിക്കണം കേട്ടോ. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാനൊരു നല്ല ഒരു ഡെസ്ക് കയറി ഇരിക്കുകയാണ്. ഡെസ്ക് കയറി ഇരുന്നിട്ട് ഞാൻ തന്നെ നീങ്ങാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ ഞാൻ തന്നെ തള്ളി നീക്കാൻ ശ്രമിക്കുകയാണ്. നീങ്ങുമോ? ഇല്ല. എന്നാൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യും. അന്നേരം ഒരു വസ്തു, റെസ്റ്റ് ഇരിക്കുന്ന വസ്തു മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലേ അത് മൂവ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് ലോ. ആ ലോയെ പറയുന്ന പേരാണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കാം, ലോ ഓഫ് ഇനേർഷ്യ ഏത് ലോയാണ്? ഫസ്റ്റ് ലോയാണ്. അന്നേരം എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇങ്ങനെ പഠിക്കണം.
ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോയും കാണും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. സെക്കൻഡ് ലോ ഇതിൽ നിന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള F = ma. ഈ ഫിസിക്സിന്റെ ചരിത്രത്തിൽ മൊത്തം ഇക്വേഷൻ ഉണ്ട്, മൊത്തം F = ma. സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണെങ്കിലും ഡിഗ്രി പഠിക്കുമ്പോഴാണെങ്കിലും PG പഠിക്കുമ്പോഴും ഈ ഒരു സാധനം എവിടെയെങ്കിലും ഒക്കെ കയറി വരും. അന്നേരം ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് വരുന്നത്. അന്നേരം എന്താണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ? ഞാൻ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം പറഞ്ഞു പഠിപ്പിക്കാൻ പോകുന്നത്, പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ടല്ലോ. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is directly proportional to the unbalanced external force acts on it. ചിലർ ഇവിടെ വരെ എഴുതി നിർത്തും, എൻ്റെ കൂട്ടത്തിലുണ്ട്. And it takes place in the direction of force. What is meant by Newton's second law? അല്ലെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? The rate of change of momentum. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, മറക്കരുത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർത്തിരിക്കുക. ഫസ്റ്റ് ലോ കഴിഞ്ഞു, സെക്കൻഡ് ലോ കഴിഞ്ഞു, തേർഡ് ലോ. എന്തൊരെളുപ്പം. ടു എവരി ആക്ഷൻ there is an equal and opposite reaction. To every action there is an equal and opposite reaction. ഈ 3 ലോ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ മാത്രം, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയപ്പം ഈ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും ക്ലാസ് എത്ര നമ്മൾ പറഞ്ഞാലും ചില കുട്ടികൾക്ക്, ഒരു നല്ല ശതമാനം കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. അതിന് വളരെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് വെച്ച്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ച് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എങ്ങനെയാണ്, അതൊക്കെ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് കാണണം. അതെടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണണം. സമയം കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ലോ, അതെന്താ പിന്നെ നിങ്ങൾ മറക്കത്തില്ല. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ നല്ല കഷ്ടപ്പെട്ടാണ് എടുത്തത്. കാരണം അത് വള്ളത്തേൽ മാത്രം ഫുൾ വള്ളത്തേൽ ഇരുന്നുകൊണ്ട് മാത്രം, വള്ളത്തേൽ മാത്രം ഇരുന്നുകൊണ്ട് ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നതാണ്. അതൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. വള്ളം എനിക്ക് തുഴയാൻ അറിയാം, അതൊക്കെയാണ്, എന്നാൽ പോലും അത് എടുത്താണ്. അന്നേരം അത് നിങ്ങൾ കണ്ടാൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പിന്നെ നിങ്ങൾ എക്സാമ്പിൾസ് ഒന്നും മറക്കത്തില്ല. ഈ 3 ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയുടെയും ആ വീഡിയോസോട് ഒന്ന് കണ്ടാൽ 3 ഏത് പ്രായക്കാർക്കും ഇരുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞു. അന്നേരം നമ്മൾ ന്യൂട്ടന്റെ 3 ലോസ് കഴിഞ്ഞു. ആദ്യത്തെ ലോ ഫസ്റ്റ് ലോ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്തേ. എവരിബഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. സെക്കൻഡ് ലോ, the rate of change of momentum is directly proportional to the unbalanced external force acts on it and it takes place in the direction of force. Third law, to every action there is an equal and opposite reaction. ഈ കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ലോ എന്ന് ഞാൻ പറയുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. നമുക്കറിയാം എന്ത് കാര്യത്തിനും അപ്പം തിരിച്ചടി കിട്ടും എന്നൊക്കെയുള്ള സംഭവങ്ങളല്ല, അതിനകത്ത് കൂടുതൽ പോകുന്നില്ല. ഇനി നമുക്ക് ഡിസ്കഷൻ ഓഫ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ പഠിക്കാം. ഓക്കെ, എളുപ്പം മണി പോലെ പഠിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ന്യൂട്ടന്റെ 3 ലോ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇപ്പം തന്നെ പഠിച്ചു തീർത്തേക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. ഫസ്റ്റ് ലോ പറയുന്ന മറ്റൊരു പേര് പെട്ടെന്ന് പറ എല്ലാവരും, പടപടാന്ന് പറഞ്ഞേ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്ന മറ്റൊരു പേര് ലോ ഓഫ് ഇനേർഷ്യ. എനിക്ക് മുമ്പേ നിങ്ങൾ പറഞ്ഞു അല്ലേ, ലോ ഓഫ് ഇനേർഷ്യ എന്നാണ് പറയുന്നത്. ലോ ഓഫ് ഇനേർഷ്യ. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയ്ക്ക്, അല്ലെങ്കിൽ ഡിസ്കഷൻ ഓഫ് ഫസ്റ്റ് ലോ. പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, ഇതാണ് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് ലോ ഡിസ്കസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ഫാക്ടേഴ്സിൽ ഒരെണ്ണം ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇല്ലാത്ത കളിയില്ല. 2 ഇനേർഷ്യ. അന്നേരം ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടർ പെട്ടെന്ന് പഠിക്കാമല്ലോ. ഫോഴ്സും ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്, ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. എന്താണ് ഫോഴ്സ്? സിമ്പിൾ. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇരിക്കുന്ന വസ്തു റെസ്റ്റിലിരിക്കുകയാണ്, നീക്കാൻ ശ്രമിക്കണം, അതിനെ നമ്മൾ പറയുന്ന പേര് ഫോഴ്സ് എന്നാണ്. ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഡെഫിനേഷൻ എല്ലാം എൻ്റെ നോട്ടിനകത്തുണ്ട് കൃത്യമായിട്ടും. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഫോഴ്സിന് നമുക്ക് അറിയാം, SI യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ പെട്ടെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ. അദ്ദേഹം തന്നെ കണ്ടുപിടിച്ചത്, അതിന്റെ പേര് എഴുതാതിരിക്കുക, ന്യൂട്ടൺ അല്ലേ.
SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. CG സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് പഠിച്ചിട്ടുണ്ട്. ഡയമെൻഷനകത്ത് പെട്ടെന്ന് പറയണം, ഡൈൻ അല്ലേ, നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് രണ്ടുതമ്മിലുള്ള റിലേഷൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. ഞാൻ ഡിറൈവ് ചെയ്ത് ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ഇൻടു അനദർ ഡയമെൻഷന്റെ യൂസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും പറഞ്ഞാണ് mL(T⁻²). ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത്രയും. ഫോഴ്സ് എന്താണെന്നും അതിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്, SI CG സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ്, 1 ന്യൂട്ടനും 10⁻⁵ ഡൈനുമായിട്ടുള്ള റിലേഷൻ, 1 ന്യൂട്ടൺ ഈസ് ഈക്വൽ ടു 10⁵5 ഡൈൻ. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് mL(T⁻²). ഒരെണ്ണം ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് അടുത്തിലോട്ട് കയറിയാൽ മതി. ഇനേർഷ്യ, വാട്ട് ഈസ് മീൻ ബൈ ഇനേർഷ്യ? പലർക്കും ഇപ്പോഴും നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാത്തത്. അതാണ് നമുക്ക് ഏറ്റവും, കഴിഞ്ഞ ദിവസം ഞാൻ സാമ്പിൾ വെടിക്കെട്ട് ക്ലാസ്സിൽ പറഞ്ഞ പോലെ വാക്യത്തിന്റെ സ്പെല്ലിങ് VAC WM എന്ന് അറിയാത്തവരാണ് 90% പേര്. ഞാനൊക്കെ പഠിക്കുമ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുള്ള രീതിയിൽ ടീച്ചർമാർ ഞാൻ ആരും കുറ്റം പറയുമല്ലോ, പക്ഷെ ഞാനൊക്കെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴാണ് ആദ്യം ഇത് ശ്രദ്ധിച്ച് ബുക്ക് ടെക്സ്റ്റുകളൊക്കെ നന്നായിട്ട് വായിക്കുമ്പോഴാണ്, ശ്രദ്ധിച്ച് കിടക്കുമ്പോഴാണ് ഇവനെ പിടികിട്ടിയത്. ഞാൻ പല സ്കൂളുകളിലും മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴും ഒക്കെ ഞാൻ ചോദിക്കുമ്പോൾ 99.9% പേരും ഇല്ല പറയത്തില്ല. കാരണം VACCUM എന്നാണ് പറയുന്നുണ്ട്. VACCUM യഥാർത്ഥത്തിൽ വായിക്കുന്ന VACWM ആണ്. അന്നേരം ഇങ്ങനെയുള്ളതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. അന്നേരം ഇനേർഷ്യ എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഇനേർഷ്യ എന്ത് എളുപ്പമാണ്, ഞങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചത്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇന്നബിലിറ്റി ഓഫ് എ ബോഡി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാക്ക്. ഇന്നബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുകേടാണ്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവാണ്. ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്താണ്? ഒരു ബസ്സിലൂടെ നമ്മൾ അങ്ങോട്ട് പോകുന്നു, ഭയങ്കര സ്പീഡിലാണ് ആ ബസ് പോകുന്നത്, ഡ്രൈവർ ബ്രേക്ക് പിടിക്കുന്നത്, നമ്മൾ മുന്നോട്ടായിരുന്നു എന്ന് പറയുന്നത് ഇനേർഷ്യയാണ്. കാരണം നമ്മളെ കഴിവുകളാണ് നമ്മൾ മുന്നോട്ടാഞ്ഞു എന്നുള്ളത്. ഇങ്ങനെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ അയാളത് കഴിവാണ്. അങ്ങനെ നിൽക്കുവാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കാം. പക്ഷെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇനേർഷ്യയാണ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്നബിലിറ്റി ഓഫ് എ ബോഡിയാണ്. ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ നോക്കിയാൽ കാണാം, ഇനേർഷ്യ നിങ്ങളൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നതല്ലാണ്. ഇനേർഷ്യയും സീറ്റ് ബെൽറ്റുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനേർഷ്യയും സീറ്റ് ബെൽറ്റുമായിട്ടുള്ള കണക്ഷനൊക്കെ, അപ്പോൾ ന്യൂട്ടന്റെ ലോയും സീറ്റ് ബെൽറ്റുമായിട്ടൊക്കെ എങ്ങനെ കണക്ട് ചെയ്യും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അന്നേരം നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക, ഇനേർഷ്യ ഈസ് ദി ഇന്നബിലിറ്റി ഓഫ് എ ബോഡിയാണ്. ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് നോട്ടിനകത്ത് പഠിക്കുക. അന്നേരം ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ക്ലിയർ ആയി, ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ. ഇനി മറക്കുക ചെയ്യരുത്. ഇനി സെക്കൻഡ് ലോ, അടുത്ത നമുക്ക് പേര് മാറ്റാം, ഇടയ്ക്കൊക്കെ പണി തരും. സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. 1 മൊമെന്റം, and second one is impulse. അടിപൊളി 2 ഫാക്ടേഴ്സ് ആണ്, മൊമെന്റം ആൻഡ് ഇമ്പൾസ്. മൊമെന്റവും ഇമ്പൾസും ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ഫോഴ്സ് ഇനേർഷ്യ ആണെങ്കിൽ, സെക്കൻഡിലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് മൊമെന്റവും ഇമ്പൾസും ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 2 ഫാക്ടേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തപ്പി തടഞ്ഞു പോകരുത്. മൊമെന്റവും ഇമ്പൾസും. വാട്ട് ഈസ് മീൻ ബൈ മൊമെന്റം? മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. എന്ത് എളുപ്പമല്ലേ? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മൊമെന്റം ഡിനോട്ട് ലെറ്റർ P എന്നാണ്. P. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഞാൻ ഇക്വേഷൻ ആയിട്ട് എഴുതുകയാണ്. മാസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി. കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ പോട്ടെ. P is equal to mv അല്ലേ? വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് മൊമെന്റം? ഇത് നിങ്ങൾ പറഞ്ഞേ, മാസിന്റെ കിലോഗ്രാം ആണ്. യൂണിറ്റ് ഈസ് കിലോഗ്രാം. മാസിന്റെ കിലോഗ്രാം, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഡെറിവേഷൻ ആവശ്യമാണ് ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ചും. P is equal to mv. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ പെട്ടെന്ന് പറഞ്ഞേ, മാസിന്റെ ഡയമെൻഷൻ പേനയുടെ മഷി തീർന്നു തുടങ്ങിയതുകൊണ്ടാണ് കേട്ടോ. ഡയമെൻഷൻ ഈസ് മാസിന്റെ m, വെലോസിറ്റിയുടെ L⁻⁻1. അന്നേരം മൊമെന്റത്തിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL⁻⁻1. അന്നേരം മൊമെന്റത്തിന്റെ ഭാഗം എല്ലാം ക്ലിയർ ആയി. മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് മാസ്. ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. P is equal to mv. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ ഈസ് mL⁻⁻1. ക്ലിയർ?
ഓക്കെ, അടുത്ത ഇമ്പൾസ് എന്താ? അതിന് ഇങ്ങോട്ടാണ് ഇത് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിനെ പറയുന്നവരാണ് ഇമ്പൾസ്. അന്നേരം ഇമ്പൾസ് ഡിനോട്ട് ലെറ്റർ ഐ. I is equal to force into time. I is equal to F into T. ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങാക്കി. I is equal to F into T. വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം അങ്ങോട്ട് നമുക്ക് ഡെറൈവ് ചെയ്യാൻ പോയി. രണ്ടെണ്ണം നമുക്ക് ആവശ്യമുള്ളതാണ്. അന്നേരം ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ചെറിയ ടൈം ഇൻട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. I is equal to F into dt. ചെറിയ സമയം നമുക്ക് എടുക്കാമല്ലോ, ചെറിയ സമയം ടൈം ഇൻട്രോൾ. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഞാൻ അങ്ങോട്ട് ഡെറിവേഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് രണ്ടും നമുക്ക് ആവശ്യം. വാട്ട് ഈസ് ഇൻ ദ ഇമ്പൾസ്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. രണ്ടാമത്തെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ചെറിയ ടൈം ഇൻട്രോൾ ആണെങ്കിൽ I is equal to F into dt. ഇനിയും വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് എൻട്രൻസ് നോക്കിയ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഇമ്പൾസ്? പെട്ടെന്ന് കിട്ടി പോകും. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് ഓൾവേസ് സിമ്പിൾ. ഫോഴ്സിന്റെ യൂണിറ്റ്. ഇമ്പൾസിന്റെ യൂണിറ്റ് ഫോഴ്സിന്റെ ന്യൂട്ടൺ, ടൈമിന്റെ സെക്കൻഡ്. ഉണ്ടോ? ഇമ്പൾസ് ഒക്കെ പ്രോബ്ലത്തിൽ ചോദിക്കുമ്പോൾ യൂണിറ്റ് പലരും എഴുതത്തില്ല. ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ആണ്. വാട്ട് ഈസ് ദി ഡയമെൻഷൻ? പെട്ടെന്ന് പറഞ്ഞ ഡയമെൻഷൻ. ഡയമെൻഷൻ ഈസ് ഓക്കെ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ml(t)-2 ഇൻറ്റു ടൈമിന്റെ t. t എന്ന് പറഞ്ഞാൽ t(1). അത് നിങ്ങൾ നോക്കിയേ. ml(t)-2 (2) t(-1). ഒരു കോയിൻസിഡൻസ് ഉണ്ട് കേട്ടോ. അതാണ് ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു ഭയങ്കരമായ ഒരു പ്രതിഭയെ നമ്മൾ ആദരിക്കേണ്ടത് ഈ ഒരു സമയത്താണ്. കാരണം ബ്രില്യൻസ്, ന്യൂട്ടൺസ് ബ്രില്യൻസ്. കാരണം ഇതിന്റെ ഡയമെൻഷൻ നിങ്ങൾ നോക്കി. മൊമെന്റത്തിന്റെ ml(t)-1, ഇതും ml(t)-1. ഇമ്പൾസിന്റെ രണ്ടെണ്ണത്തിന്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഞാൻ റിവിഷൻ നടത്താണ്. അതിനെ പറയുന്ന പേര് പെയർ എന്നാണ്. നമ്മൾ ആദ്യത്തെ യൂണിറ്റിലൊക്കെ പറയുന്നതാണ് പേഴ്സ്. രണ്ട് ഡയമെൻഷന്റെ രണ്ട് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന ഒരു പേഴ്സ്. അന്നേരം മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റെയും ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് അത് പെയർ ആണ്. അന്നേരം ഫസ്റ്റിലോ സെക്കൻഡിലോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ്. ഓക്കെ വാ. എന്നിട്ട് നമുക്ക് കുറെ കഴിഞ്ഞിട്ട് തേർഡിലോട്ട് പോകാം. റെസ്റ്റ് ഒക്കെ എടുത്ത് തേർഡിൽ പോകാം. അതിന് മുമ്പ് നമുക്ക് വേറെ ടോപ്പിക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ക്ലിയർ? ഫസ്റ്റിലോ സെക്കൻഡിലോ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പ്രൂഫാണ്. പരീക്ഷയ്ക്ക് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട് +1. പലരും തള്ളിക്കളയും, ഇവന് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ ഇതൊക്കെ എഴുതി നോക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അറിയത്തില്ല എന്ന് നമുക്ക് തോന്നുന്നത്. പ്രൂവ് ദാറ്റ് ഓർ ഷോ ദാറ്റ് F is equal to ma. പക്ഷെ അത് 9ാം ക്ലാസ്സിന്റെ രീതിയിൽ ഡെറൈവ് ചെയ്ത് പോയത്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന രീതിയിൽ ഡെറൈവ് ചെയ്ത് എല്ലാ +1 എഴുതണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അറിയത്തില്ലായിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് F is equal to ma എന്ന് പ്രൂവ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. F is equal to ma പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ഇനി നമ്മൾ ആധികാരികമായിട്ട് പതുക്കെ തുടങ്ങുകയാണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഒന്നുകൂടെ നമുക്ക് എടുക്കാം. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ശ്രദ്ധിച്ചോ, ഓരോന്നും ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. മൊമെന്റ് ഡിനോമിനേറ്റർ പി അല്ലേ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി പി. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം ആയല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം ബൈ ടൈം. ഇപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി ടി. ക്ലിയർ ആയോ? ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റം പി ആണ്. ചേഞ്ച് വന്നപ്പോൾ ഡി പി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആയപ്പോൾ ഡി പി ബൈ ഡി ടി. ചുമ്മാ ഇങ്ങനെ എഴുതുന്നതല്ല. കറക്റ്റ് കാര്യം മനസ്സിലായേ? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു unbalanced external force. F is directly proportional to dp by dt. Proportionality sign മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് കൊണ്ട് വിളിക്കും. F is equal to k into dp by dt. Clear? When k is equal to 1, k നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. നമുക്ക് കിട്ടേണ്ട ഒരു ഇക്വേഷനിലേക്ക് 1 എന്നുണ്ടെങ്കിലാണ് F is equal to യൂണിറ്റ് ആയിട്ട് കൊടുത്തു. k എന്ന് പറയുന്നത് യൂണിറ്റ് ആയിട്ട് കൊടുത്തു. F അല്ല, k എന്ന് പറയുന്നത് യൂണിറ്റ് ആയിട്ട് കൊടുത്തു. 1 എന്ന് കൊടുത്തു. F is equal to dp by dt. Okay. ഇനി എന്താണ് dp? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ മൊമെന്റം? മാസ് ഇൻടു വെലോസിറ്റി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് തെറ്റുണ്ടോ? നിങ്ങൾ നോക്കി. ശരിയല്ലേ? നിങ്ങൾ ആലോചിക്കുന്നത് എന്താ ഇങ്ങനെ എഴുതിയ സാർ? dp മാസ് വെലോസിറ്റി. ഇത് ഫൈനൽ മൊമെന്റം. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. mv എന്ന് പറയുന്നത് ഫൈനൽ മൊമെന്റും mu എന്ന് പറയുന്നത് ഇനീഷ്യൽ മൊമെന്റും.
ഒരു ചേഞ്ച് എടുക്കുമ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെന്റ് മൈനസ് ഇനീഷ്യൽ മൊമെന്റ്, അതായത് dp = mv മൈനസ് mu. ഓക്കെ, അന്നേരം നമുക്ക് dp ക്ക് പകരം mv മൈനസ് mu കൊടുക്കാം. അന്നേരം f = mv മൈനസ് mu ബൈ dt ക്ക് പകരം ഞാൻ t എന്ന് കൊടുക്കുന്നു. അത് ടൈം തന്നെയാണല്ലോ t. ഇത്രയേ ഉള്ളൂ. f = m ഞാൻ അങ്ങ് കോമൺ ആയിട്ട് എടുത്തു, ബാക്കി v മൈനസ് u ബൈ t. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. രണ്ട് വെലോസിറ്റി ഉണ്ടെങ്കിലും ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ v മൈനസ് u ബൈ t എന്ന് പറയുന്നത് ആക്സലറേഷൻ, ചേഞ്ച് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ആക്സലറേഷൻ a. അങ്ങനെയാണെങ്കിൽ f = ma. കിട്ടിയാച്ച് f = ma. ചെറിയ കാര്യമാണെങ്കിലും വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്, വൃത്തിയായിട്ട് ഇനി നിങ്ങൾ മറക്കരുത്. ഏത് കുട്ടികൾക്കും മനസ്സിലാവുന്ന സിംപ്ലിഫൈഡ് ഫോം ആണ്. നന്നായിട്ട് ഇങ്ങനെ തന്നെ എഴുതി നിങ്ങൾ പഠിച്ചോ. f = show that or prove that f = ma. ക്ലിയർ? അടുത്തിലോട്ട് പോകും. ഓക്കെ, വാ. ഇനി നമുക്ക് ഒരു 2 മാർക്കിന് സിമ്പിളായിട്ടൊരു സാധനം, നിങ്ങൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള 2 മാർക്ക്, ഇതും 2 മാർക്കിന് യൂസ് ചെയ്യുക ക്വസ്റ്റ്യാണ്. അടുത്തും 2 മാർക്കിന് യൂസ് ചെയ്യാം, പഠിക്കാം. അടുത്തത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഷോ ദാറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം, പ്രൂവ് ദാറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു ഇമ്പൾസ്. ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല. അറിയാവുന്ന ഒരുപാട് പേര് കാണും, അറിയാൻ വയ്യാത്ത ഒരുപാട് പേര് കാണും. ചേഞ്ച് ഇൻ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് നമുക്ക് പ്രൂവ് ചെയ്യണം. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്ത് ഇപ്പം കാണിക്കാം. ഒരു മിനിറ്റ് മതി. f = ഇപ്പം നമ്മളോട് ഇക്വേഷൻ dp ബൈ dt. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തോണം. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. f = dp ബൈ dt. ഓക്കെ, അതിൽ നിന്ന് dp = ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ f into dt. ഇക്വേഷൻ നമ്പർ 1. dp = f into dt. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 1 ആണ്. ഇനി നമ്മൾ ഇപ്പം പഠിച്ച ഇമ്പൾസിന്റെ ഇക്വേഷൻ ഉണ്ട്. ഞാൻ 2 ഇക്വേഷൻ പറഞ്ഞു. I = എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം അല്ലേ? f ഇൻറ്റു ചെറിയൊരു ടൈം ഇന്റർവെൽ. ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ പറഞ്ഞാൽ ഇത് ഇടാൻ വേണ്ടിയാണ്, ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി. I = f into dt. അത് കറക്റ്റ് ആണല്ലോ. ഇക്വേഷൻ നമ്പർ 2 എത്തിപ്പോയി. നിങ്ങൾ നോക്കിയേ, ഇക്വേഷൻ നമ്പർ 1 × 2 നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? 1 × 2 അത് എന്തെങ്കിലും പ്രത്യേകത? ഒരു സൈഡ് സെയിം അല്ലേ, f into dt അല്ലേ? അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് 1 and 2 ഒരു സൈഡ് സെയിം ആയാൽ ഇത് സെയിം ആണെന്ന് തുല്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് dp = I, അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ I = dp. 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം, അങ്ങനെ ചോദിക്കാം. ഇമ്പൾസ് തിരിച്ചു ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ എഴുതത്തില്ല, ഇത് ക്വസ്റ്റ്യൻ ആത്തില്ലായിരുന്നു പറയുന്നത്. ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൊമെന്റം = ഇമ്പൾസ്. ഇവൻ പുലിക്കുട്ടനാണ്. 2 മാർക്ക്. എത്ര സിമ്പിൾ, 1 മിനിറ്റ് നമ്മളുണ്ട് കാര്യങ്ങളും. f = dp ബൈ dt. dp = f into dt ഇക്വേഷൻ നമ്പർ 1. I = f into dt ഇക്വേഷൻ നമ്പർ 2. 1 and 2 പറഞ്ഞു, 2 ഇക്വേറ്റ് ചെയ്ത് ഒരു സൈഡ് സെയിം ആണ്. ഇക്വേറ്റിംഗ് 1 and 2. dp = I, അല്ലെങ്കിൽ തിരിച്ചു I = dp. therefore ഇമ്പൾസ് = ചേഞ്ച് ഇൻ മൊമെന്റം. ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിക്കാതെ വിട്ടുപോയത്. പഠിച്ചു കാണും അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ടോപ്പിക്. ഈസിയായി, വളരെ വളരെ ഈസിയാണ്. ലോസ് ഓഫ് മോഷൻ, ഇനി എല്ലാം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് പോലും നല്ല മണി പോലെ. നമുക്ക് അടുത്ത വളരെ തെറ്റിക്കുന്ന ടോപ്പിക്, മാസ് ആൻഡ് വെയിറ്റ്. മാസും വെയിറ്റും സെയിം ആണ്. എന്നാൽ പിന്നെ മാസ് = വെയിറ്റ് എന്ന് എഴുതരുത്. സിമിലർ ആണോ? അല്ല, അത് സിമിലറേ അല്ല. മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസം. എന്നിട്ട് ഞാൻ മാസിനെ കുറിച്ച് ഒന്ന് പറയാം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കേട്ടോ നിങ്ങൾ. മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഇറ്റ് ഈസ് ദി ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിന്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് മാസ്. നിങ്ങൾ സെക്കൻഡ് ഇയർ പഠിക്കും. മാസ് ആൻഡ് ചാർജ് ആർ ഇൻഹെറന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും സെക്കൻഡ് ഇയർ ഫസ്റ്റ് ചാപ്റ്റർ. മാസ് എന്ന് പറയുന്നത് ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെ മെഷർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് മാസ്. ഒരു ഒബ്ജക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിനെ അളക്കുന്ന ആ മെഷർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് മാസ് എന്ന് പറയുന്നത്. മാസിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ മാസിന്റെ യൂണിറ്റ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്. മാസ് കിലോഗ്രാമിലാണ് അല്ലേ?
മാസിന്റെ ഏതുതരം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാസ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കണം. മാസ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. മാസ് ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. എന്താണ് ഈ വെയിറ്റ്? വെയിറ്റ് ഞാൻ പറഞ്ഞല്ലോ ആദ്യം, മാസും വെയിറ്റും സെയിം അല്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ എ ബോഡി. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഫോഴ്സിന് തുല്യമാണ്. അന്നേരം അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാണെങ്കിൽ വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, W=mg, F=ma. നിങ്ങൾ നോക്കി, F=ma ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എക്ക് പകരം G കൊടുക്കുന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യൂയും എഫും ഈക്വൽ അല്ലേ? നിങ്ങൾ നോക്കിയേ, ഇങ്ങോട്ട് ഞാൻ അങ്ങ് എഴുതുകയാണ്, ചുമ്മാതെ അല്ല വേണ്ട, ഇങ്ങോട്ട് അങ്ങ് എഴുതാം. എക്ക് പകരം ഞാൻ G എന്ന് കൊടുത്തു, M അതുപോലെ കൊടുത്തു, mg. രണ്ടും ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ W=F ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് F=mg എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എഫും ഡബ്ല്യു എഫ് എന്താണ്? സെയിം ആണ് അല്ലേ? വെയിറ്റ് ഓഫ് എ ബോഡി ഈസ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ എ ബോഡി. വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. നമ്മുടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഏതുതരം ക്വാണ്ടിറ്റി, ഇത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. പലർക്കും അറിയാത്തതാണ്. വെയിറ്റ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്. വെയിറ്റ് മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലല്ല, വെയിറ്റ് മെഷർ ചെയ്യുന്നത് ന്യൂട്ടണിലാണ്. കാരണം വെയിറ്റ് ഈസ് എ ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. വെയിറ്റ് ഈസ് മെഷേർഡ് ഇൻ ന്യൂട്ടൺ. നമ്മുടെ പല കാര്യങ്ങളും പൊളിച്ചെഴുതുക ഇവിടെ. നമ്മുടെ വെയിറ്റിന്റെ കിലോഗ്രാം എന്നാലും നമ്മൾ ചാടിക്കേറി പറയും. ശ്രദ്ധിച്ച് പറഞ്ഞാൽ മതി. ഇനിയും തരം മാസും വെയിറ്റും തമ്മിലുള്ള കൃത്യമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. മാസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. കിലോഗ്രാമിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. ബേസിക് പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ആണ്. ഇതെല്ലാം നോട്ടിനകത്തുണ്ട്. വെയിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണ്. ഫോഴ്സിന് തുല്യമാണ്. W=mg ആണ്. M എന്ന് പറയുന്നത് മാസ് ആണ്. G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സിൻസ് വെയിറ്റ് ഈസ് എ ഫോഴ്സ്, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ന്യൂട്ടൺ. ഓക്കെ, വാ, ക്ലിയർ ആയില്ലേ? അടുത്തൊരു ചിന്ന ടോപ്പിക്. ഇമ്പൾസ്. നമ്മുടെ ഇമ്പൾസ് ആണ് അല്ലെ? ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. രണ്ടും തമ്മിൽ വ്യത്യാസം. വാട്ട് ഈസ് മീൻ ബൈ ഇമ്പൾസ്? ഇമ്പൾസ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. I=F×d, I=F×dt എന്നൊക്കെ പഠിച്ചു. വാട്ട് ഈസ് മീൻ ബൈ ഇമ്പൾസീവ് ഫോഴ്സ്? ഈസി, ഒറ്റ വരിയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ഇറ്റ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് വലിയ ഫോഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എക്സാമ്പിൾ പറയാം. നെയ്മർ, മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഇവരൊക്കെ ഭയങ്കരമായിട്ട് കാലിനൊക്കെ നല്ല പവറാണ്. ഭയങ്കര പവറാണ്. ഫുട്ബോൾ പ്ലേയേഴ്സിന് കാലിന് നല്ല, കായികതാരങ്ങൾക്ക് എല്ലാം പവറാണ്. എന്നാലും ഫുട്ബോൾ പ്ലേയേഴ്സിന് പ്രത്യേകിച്ചും കാലാണ് അവരുടെ മെയിൻ ആയുധം എന്ന് പറയുന്നത്. കാലിന് നല്ല പവർ വേണം അല്ലേ? ക്രിസ്ത്യാനോ റൊണാൾഡോയും മെസ്സിയും നെയ്മറും ഒക്കെ ആയാലും കാലിന് നല്ല പവറുണ്ട്. അന്നേരം ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ഷോർട്ട് ടൈമിനുള്ളിൽ അവർ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ഫോഴ്സ് ആയിരിക്കും. ഇതെല്ലാം ബോളിനകത്ത് എക്സെർട്ട് ചെയ്യുന്ന, ഫുട്ബോളിനകത്താണെങ്കിൽ ക്രിക്കറ്റിനകത്ത്. ഇനി ക്രിക്കറ്റ് നിങ്ങളെടുത്ത് വിരാട് കോഹ്ലിയെ കണ്ടു കഴിഞ്ഞാൽ അസാധാരണ വലിയ വണ്ണോ വലിയ ഭയങ്കര അജാനുഭവം എന്നല്ല, പക്ഷെ നല്ല ടൈം. രോഹിത് ശർമ്മ, അതൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർ. ഇവരൊക്കെ വളരെ നല്ല ഫോഴ്സാണ്, നല്ല ടൈമിങ്. നമ്മൾ ക്രിക്കറ്റിലൊക്കെ പറയുന്നത് നല്ല ടൈമിങ് ആണെന്ന് പറയുമ്പോൾ ആ ഫോഴ്സ് കൊടുക്കുന്ന, ഒരു ബാറ്റ് കൊടുക്കുന്ന ഫോഴ്സ് നല്ല ഫോഴ്സാണ്. അത് ബോളിങ് ഇങ്ങനെ വന്നു, സ്ലോ മോഷനിലാണ് ബോളിങ് ഇങ്ങനെ വന്നു, എനിക്ക് അടിക്കാൻ അവസരം കിട്ടി, ഞാൻ ഇങ്ങനെ പതുക്കെ അടിക്കുന്നത്, ഇങ്ങനെയാണ് അല്ല. പെട്ടെന്ന് ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിലാണ് അവർ കൊടുക്കുന്ന ലാർജ് ഫോഴ്സ്. അന്നേരം അതിനെ ഒക്കെ ഏതിന്റെ ഫോഴ്സാണ്? ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഫുട്ബോളിൻ്റെ ഇത്, ക്രിക്കറ്റിന്റെ ഇത്, അതെല്ലാം ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിൽ ലാർജ് ഫോഴ്സ് കൊടുക്കുന്നതാണ്. പിന്നെ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ അത് ഭയങ്കര, ബുള്ളറ്റ് അങ്ങോട്ട് ഒരു തോക്കം കൊണ്ടെടുത്തിട്ട് ഭയങ്കരമായിട്ട് കാഞ്ചി ഇങ്ങനെ പൊട്ടിച്ച് ഭയങ്കര ഇല്ല, നമ്മളൊരു ചെറിയ സമയം കൊണ്ട് നമ്മൾ പെട്ടെന്നൊരു ഫോഴ്സ് കൊടുക്കും. ഒരു ലാർജ് ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേന് ബുള്ളറ്റ്. ഇതെല്ലാം ഏതിന്റെ എക്സാമ്പിളാണ്? ഇമ്പൾസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ. പലപ്പോഴും ഇത് തെറ്റിപ്പോന്ന് എവിടെ അറിയോ? ഇമ്പൾസീവ് ഫോഴ്സ് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ഇമ്പൾസ് എഴുതി പോകും. അല്ല, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഷോർട്ട് ഇന്റർവൽ ഓഫ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക്
നമ്മൾ ഒരു 3 ലോസിൽ 2 ലോസിനെ കുറിച്ച് അങ്ങ് വലിയ കാര്യമായിട്ടൊക്കെ പഠിച്ചിട്ട് ഒരുത്തനെ അവനെ അങ്ങ് മാറ്റിയിട്ടു. ആരെ മാറ്റിയിട്ടെ? ന്യൂട്ടന്റെ തേർഡ് ലോ. അവനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ന്യൂട്ടന്റെ തേർഡ് ലോ, ന്യൂട്ടൻസ് തേർഡ് ലോ. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ചിഹ്ന ലോ, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കുട്ടികൾക്കും, ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ലോയാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. കാരണം വേറെ ഒന്നുമല്ല, പറയാൻ എളുപ്പം. എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്നിട്ട് നമ്മൾ ആ ലോ പഠിക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ചല്ല, അത് എൻ്റെ ആപ്ലിക്കേഷൻസ് 2 സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം ഇപ്പം പഠിക്കാനില്ല, അധികം പഠിക്കാനില്ല. ആദ്യത്തെ ആപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീകോയിൽ ഓഫ് എ ഗൺ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. റീകോയിൽ ഓഫ് എ ഗൺ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നേരത്തെ പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ജസ്റ്റ് എന്താണെന്ന് പഠിച്ചാൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഈ 2 ഏതിന്റെ? തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ. അതറിഞ്ഞിരിക്കണമല്ലോ, തേർഡ് ലോയുടെ ആപ്ലിക്കേഷൻ. റീകോയിൽ ഓഫ് എ ഗണ്ണും അതിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് പറയാം, പെട്ടെന്നല്ല, നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കാം. എന്താണ് റീകോയിൽ ഓഫ് എ ഗൺ? ഇന്ന് കാണാൻ വയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കിയ റീകോയിൽ ഓഫ് എ ഗണ്ണൊക്കെ നമ്മുടെ മുമ്പിൽ ഒഴിഞ്ഞു വരും. റീകോയിൽ ഓഫ് എ ഗൺ, നമ്മളെ ഒരു തോക്കെടുക്കും, ഫയർ ചെയ്യുമ്പം ബുള്ളറ്റ് മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ട് ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പം അതിനുള്ള മൊമെന്റം ഏതാ? ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ? മുന്നോട്ട് പോവാണ്. അന്നേരം ഫോർവേഡ് മൊമെന്റം കിട്ടും ബുള്ളറ്റിന്. തേർഡ് ലോ അനുസരിച്ച് ടു എവരി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അന്നേരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുള്ളറ്റ് മുന്നോട്ട് പോവാണ്. അന്നേരം ചെറുതായിട്ട് തോക്കൊന്ന് പുറകോട്ട് വലിക്കും, ചെറുതായിട്ട്. ഇങ്ങനെ ഒരുപാട് വലിയ പോകുന്നല്ല, ചെറുതായിട്ട് ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പം ചെറുതായിട്ട് തോക്ക് പുറകോട്ടിങ്ങനെ വലിക്കും. ആ ബാക്ക്വേഡ്, പുറകോട്ട് വലിയ എന്ന് പറഞ്ഞാൽ ബാക്ക്വേഡ് മോഷനാണ്. ആ ബാക്ക്വേഡ് മോഷൻ പറയുന്ന പേരാണ് റീകോയിൽ ഓഫ് എ ഗൺ. അന്നേരം ബുള്ളറ്റ് അല്ലെങ്കിൽ ഷോട്ട്, ഏത് വാക്കുവാണെങ്കിലും ഉപയോഗിക്കാം. ബുള്ളറ്റ് അല്ലെങ്കിൽ ഷോട്ട്. ബുള്ളറ്റ് അല്ലെങ്കിൽ ഷോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫോർവേഡ് മൊമെന്റം, അതിന് ഈക്വൽ ആയിട്ട് ഒരു ചെറിയ ബാക്ക്വേഡ് മൊമെന്റം. ആ ബാക്ക്വേഡ് മൊമെന്റത്തിനെ പറയുന്ന പേരാണ് റീകോയിൽ ഓഫ് എ ഗൺ. പുറകോട്ട് വരികയാണെങ്കിൽ ചെറിയൊരു വെലോസിറ്റി വേണമല്ലോ, ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്, റീകോയിൽ വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ തോക്ക് പുറകോട്ട് മാറാനുള്ള വെലോസിറ്റി റീകോയിൽ വെലോസിറ്റി എന്ന് പറയാമെങ്കിൽ, ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന വെലോസിറ്റി പറയുന്ന ഒരു ഭയങ്കര പേരാണ്, സൂപ്പർ പേരാണ്, മസിൽ വെലോസിറ്റി. മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് മുന്നോട്ട് പോകാനുള്ള വെലോസിറ്റി പറയുന്ന പേരാണ് മസിൽ വെലോസിറ്റി. ഇതെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം റീകോയിൽ ഓഫ് എ ഗണ്ണിനകത്ത്. റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറയണം. കൃത്യമായിട്ട് ഫോർവേഡ് മൊമെന്റം ബുള്ളറ്റിനുണ്ട്, അതിനനുസരിച്ച് ഈക്വേഡ് മൊമെന്റം ഗണ്ണിനുണ്ട്. ആ ബാക്ക്വേഡ് മോഷനെ പറയുന്ന പേരാണ് റീകോയിൽ ഓഫ് എ ഗൺ. ആ വെലോസിറ്റിയെ പറയുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. ബുള്ളറ്റിന്റെ വെലോസിറ്റി പറയുന്ന പേരാണ് മസിൽ വെലോസിറ്റി. ഇനി നമുക്ക് അതിന് ഇക്വേഷൻ തയ്യാറാക്കണം റീകോയിൽ വെലോസിറ്റി. കാരണം റീകോയിൽ വെലോസിറ്റിയുടെ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടി നമുക്ക് എടുക്കാം, ഞാൻ ഇങ്ങനെ എടുക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാം. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഷോട്ട്, വെടിയുണ്ട മാസ് ക്യാപിറ്റല്, സോറി, ബുള്ളറ്റ് ഉണ്ട ചെറുതാണല്ലോ അല്ലേ? ഉണ്ട എന്ന് പറയുന്നത് നമ്മുടെ വെടിയുണ്ട എന്ന് പറയുന്നത് ഉണ്ടെന്ന് സിനിമ പോലും ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മാസ് ഞാൻ സ്മോൾ എം ആയിട്ട് എടുക്കുകയാണ്, അതിന്റെ വെലോസിറ്റി സ്മോൾ ബി. ബുള്ളറ്റ് ഓർ ഷോട്ട്. അങ്ങനെയാണ് ഈ ഗൺ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണല്ലോ. ഗൺ എന്ന് പറയുന്നതിന്റെ മാസ് ഞാൻ ക്യാപിറ്റൽ എടുക്കുകയാണ്, അതിന്റെ വെലോസിറ്റി ഞാൻ ക്യാപിറ്റൽ ബി. അന്നേരം ഗണ്ണിന്റെ വെലോസിറ്റിയെ പറയുന്ന പേരാണ് നാട്ടി കിടക്കുന്ന റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അന്നേരം ബുള്ളറ്റ് ചെറുതാണ്, ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എമ്മും അതിന്റെ വെലോസിറ്റി സ്മോൾ ബി. സ്മോൾ ബി എഴുതുമ്പോൾ സ്മോൾ ബി ആയിട്ട് എഴുതാവുള്ളൂ. ഗണ്ണിന്റെ കുറച്ചുകൂടെ വലുതാണ്, ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം, ഗണ്ണിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ ബി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം. അങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ഒന്ന് ശ്രദ്ധിച്ചു, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റം, ടോട്ടൽ മൊമെന്റം, ഇങ്ങോട്ട് നിൽക്കണം, ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്. ഇങ്ങനെയൊക്കെ ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. തിരിച്ചെഴുതുന്നേ ഉള്ളൂ. ആഫ്റ്റർ ഫയറിംഗ്
is equal to total momentum before firing. Okay, before firing. Total momentum. After firing എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് പോകുന്നത് ഫയർ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളത് ടോട്ടൽ മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി mv സ്മോൾ m ഇൻറ്റു സ്മോൾ v ഈസ് ഈക്വൽ ടു വലിയ ഡെക്കറേഷൻ വേണ്ട ക്യാപിറ്റൽ എല്ലാം സ്മോൾ ആണ്. ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് എന്ന് പറയുമ്പോൾ ഇതാ ഈ മാസ് ഇൻറ്റു വെലോസിറ്റി ക്യാപിറ്റൽ m ഇൻറ്റു ക്യാപിറ്റൽ v. ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടതാണ് v ആണ്. v ഈസ് ഈക്വൽ ടു ആണ് വലുതായിട്ടൊക്കെ എഴുതി mv ബൈ സ്മോൾ mv ബൈ m. ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കും. എന്നറിയോ ഇവിടെ രണ്ട് നെഗറ്റീവ് സൈൻ അപ്പുറത്തോട്ടും കുഴപ്പമില്ലല്ലോ. എന്നറിയോ ദി നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് താഴോട്ട് എഴുതാം. ദി നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദി ഗൺ ഈസ് റീകോയിലിംഗ്. എന്തോ വെലോസിറ്റി ചെയ്തത് റീകോയിൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചേ. റീകോയിൽ വെലോസിറ്റി എപ്പോഴും ഇവിടെ മൈനസ് കൊടുക്കുന്നെങ്കിൽ ഇത് ഇപ്പുറത്തോട്ട് കൊടുക്കുക, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അന്നേരം ആ വെലോസിറ്റി റീകോയിൽ ബാക്ക്വേർഡ് മോഷൻ ആണ്. ബാക്ക്വേർഡ് മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒപ്പോസിംഗ് ആണ്, പുറകോട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ആയി. നിങ്ങൾ ഇക്വേഷൻ കൊണ്ട് നല്ല ഫ്രീ ആയിട്ട് എഴുതി ഇത്രേ ഉള്ളൂ ഇക്വേഷൻ. ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് mv ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ v. v ഈസ് ഈക്വൽ ടു മൈനസ് mv ബൈ m. താഴെ എഴുതിയിരിക്കണം ദി നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ദി ഗൺ ഈസ് റീകോയിൽ. വളരെ ഇമ്പോർട്ടന്റ്, വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഒരുപാട് ചോദിച്ചിരിക്കുന്ന വിഷയമാണ് റീകോയിൽ എഫക്ട്. എന്നാൽ റോക്കറ്റ് പ്രൊപ്പൽഷൻ ഒരു 30 സെക്കൻഡ്, ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. റോക്കറ്റ് പ്രൊപ്പൽഷൻ പറഞ്ഞാൽ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കമ്പഷൻ ഓഫ് ഗ്യാസ് കത്തിത്തീരുന്നതിനനുസരിച്ച് റോക്കറ്റ് താഴോട്ടാണോ മുകളിലോട്ട് പോവുകയാണ്. അന്നേരം ഈക്വലും ഓപ്പോസിറ്റും ആണ്. ഇതിനെ പറയുന്ന പേരൊന്ന് ഓർത്തിരിക്കണം. റോക്കറ്റ് പ്രൊപ്പൽഷനെ പറയുന്ന ഒരു വേരിയബിൾ മാസ് പ്രോബ്ലം. വേരിയബിൾ മാസ് ടൈമിനനുസരിച്ച് ഇതിന്റെ മാസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അങ്ങനെ ഓർത്തിരിക്കുന്നത് വേരിയബിൾ മാസ് പ്രോബ്ലം എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല, റോക്കറ്റ് പ്രൊപ്പൽഷൻ ആണ്. നമ്മുടെ ഫ്യൂവലിങ്ങിനെ കത്തിത്തീരുന്നതിനനുസരിച്ച് റോക്കറ്റ് മുകളിലോട്ട് പോകുന്നു. അത് ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്. അത്രയും മാത്രമേ ഉള്ളൂ. പണ്ട് ഒരു പേജിന്റെ ഡെറിവേഷൻ ആയിരുന്നു, അതിന്റെ ആവശ്യമില്ല. തേർഡ് ലോ അടിപൊളിയായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും തീർന്നിട്ടില്ല. റിക്കോയിൽ എഫക്ട്, റോക്കറ്റ് പ്രൊപ്പൽഷൻ, ഇതിന്റെ എല്ലാം ഇനി ഡിഡക്ഷൻസും ഒക്കെ നമുക്ക് പഠിക്കണം. ഡിഡക്ഷൻ ഫസ്റ്റ് ഫ്രം സെക്കൻഡ് ലോ, തേർഡ് ലോ ഫ്രം എല്ലാം എളുപ്പമാണ്. നിങ്ങൾ നല്ലപോലെ ക്ലാസ് ഇട്ട് വൃത്തിയായിട്ട് അങ്ങ് എഴുതി പഠിച്ച് വൃത്തിയാക്കണം. നോട്ടോടെ നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ്. ഇനി 1-2 ന്യൂമറിക്കൽസ് നമുക്ക് ചെയ്യണം ഇതിന്റെ കൂട്ടത്തിൽ. പിന്നീട് ഞാൻ ഒരുപാട് ചെയ്യിപ്പിക്കാം, ഇതിന്റെ കൂട്ടത്തിൽ ചെയ്ത് നോക്കാം. ഓക്കെ, റീകോയിൽ വെലോസിറ്റി നല്ല വൃത്തിയായിട്ട് പഠിച്ചതിലേക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് വലിയൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നോക്കിയേ, ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ഒരു 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ. 2 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ് എ ഷെൽ ഓഫ് മാസ് 0.02 കിലോഗ്രാം. ഷെൽ എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആയിട്ട് എടുക്കുക, അതിന്റെ മാസ്. അന്നേരം ബുള്ളറ്റിന്റെ മാസ് മുമ്പേ പറഞ്ഞു സ്മോൾ എം ആയിട്ട് എടുക്കുക. ബുള്ളറ്റ് ചെറുതായിട്ട് എങ്ങനെ 0.02 കിലോഗ്രാം. ഈ ഡേറ്റ ഒക്കെ എഴുതുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഈസ് ഫയർഡ് ഫ്രം എ ഗൺ ഓഫ് മാസ്. ഗൺ വലുതായിട്ട് നമ്മുടെ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം, വലിയ ബാഹുബലിയായിട്ടിരിക്കട്ടെ, 100 kilogram. If the muscle speed of the shell is, muscle speed എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? ഏതിന്റെ സ്പീഡാ? ബുള്ളറ്റിന്റെ സ്പീഡാണ്, അല്ലെങ്കിൽ ഷോട്ടിന്റെ വെടിയുണ്ടയുടെ സ്പീഡ്. അങ്ങനെ അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്മോൾ വി എത്രയാണ്? 80 meter per second. വാട്ട് ഈസ് ദി റീകോയിൽ സ്പീഡ്? റീകോയിൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യാപിറ്റൽ വി കണ്ടുപിടിക്കണം. കണ്ടാ, ഇവനെ കണ്ടുപിടിക്കണം. നിങ്ങൾ എഴുതുമ്പോൾ താഴോട്ട് എഴുതിപ്പോ, ഞാൻ ഇങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് എഴുതുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴും താഴോട്ട് എഴുതിപ്പോഴുള്ളൂ, മാർജിനിൽ എഴുതി പോകരുത്. ഓക്കെ, ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. ഇക്വേഷൻ അങ്ങോട്ട് എഴുതി. ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ 2 മാർക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1.5 മാർക്ക് കിട്ടി. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എമ്മിന് പകരം 0.02 ഇൻറ്റു വിക്ക് പകരം 80 ബൈ ക്യാപിറ്റൽ എമ്മിന് പകരം 100. നമ്മൾ ചെയ്ത് നോക്കുക. ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് 0.016 ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻ വരിക, നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റർ ചെയ്ത് നോക്കണം. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ്. അന്നേരം ഇതാണ് ഈസി ആയിട്ടുള്ള റീക്വൽ വെലോസിറ്റി. റീക്വൽ വെലോസിറ്റി എപ്പോഴും മൈനസ് ആയിരിക്കും, കാരണം നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് the gun is recoil.
അന്നേരം ഇതാണ് റെഗുലറോസിറ്റി. അന്നേരം നമുക്ക് ഇങ്ങനെ കുറെ പ്രോബ്ലംസും ഡിഡക്ഷൻസും ഫ്രിക്ഷനും ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കൈനറ്റിക് ഫ്രിക്ഷൻ, പിന്നെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റിലെ ബാങ്കിങ് ഓഫ് ഫ്രോഡ്സ്, അതിന്റെ ഡെറിവേഷൻസ് ഒക്കെ പഠിക്കണം ഈ ചാപ്റ്ററിനകത്ത് അല്ലേ. എന്നിട്ട് നമുക്ക് ഇന്ന് നമ്മൾ ഇത്രയും ടോപ്പിക് കൊണ്ട് നിർത്തുകയാണ്. നല്ല അടിപൊളിയായിട്ട് എഴുതി നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. അടുത്ത ക്ലാസ് ചൊവ്വാഴ്ച ഉണ്ട്. അന്നേരം നമ്മൾ നല്ല പോലെ ലോസ് ഓഫ് മോഷൻ ടോപ്പിക്ക് കവർ ചെയ്യും. വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ. പരീക്ഷ അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, വാ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, സി യു. ഓക്കെ.